യുക്രൈനിൽ ജനാധിപത്യം നഷ്ടപ്പെടുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. സുരക്ഷ ഉറപ്പുവരുത്തിയാൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ താൻ തയ്യാറാണെന്ന് സെലൻസ്കി പറഞ്ഞു. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ശരിക്കും അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ള ട്രംപിന്റെ ആവശ്യം ജനാധിപത്യം പുലരണം എന്ന താല്പര്യമാണോ, അതോ സെലൻസ്കിയുടെ ഒരു പണിയാണോ? ഒരു ചെറിയൊരു പണി എന്ന് വേണമെങ്കിൽ പറയാം. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും കരക്കെടുക്കാത്തതിന്റെ ഒരു നിരാശ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ ഇന്ന് പ്രകടമായിരുന്നു. ഈ യുക്രൈൻ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരുപാട് കാലമായി, പക്ഷേ ഈ ജനാധിപത്യത്തെ കുറിച്ച് ഒന്നും സെലൻസ്കി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനാധിപത്യം ഒന്നും വിളിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് യുക്രൈൻ കടന്നു പോകുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനു മുമ്പും ട്രംപ് ഇതേ വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഹൗസിൽ നമുക്കറിയാം സെലൻസ്കിയുമായിട്ട് ഇവര് ചർച്ചകൾ നടത്തി തെറ്റിപ്പിരിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താതെ സെലൻസ്കി ഡിക്റ്റേറ്ററായിട്ട് തുടരുകയാണ് യുക്രൈനിൽ നിന്നാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് ആരോപിച്ചിരുന്നത്. റഷ്യക്ക് ഇപ്പോൾ യുദ്ധത്തിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, അതുകൊണ്ട് യുക്രൈൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതായത് യുക്രൈന്റെ ചില ഭൂമികൾ വിട്ടുകൊടുക്കണമെന്നാണ് ട്രംപ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതേസമയം ഈ റഷ്യക്ക് ചില മേഖലകൾ വിട്ടുകൊടുക്കണമെന്നുള്ള ഈ അമേരിക്കയുടെ വലിയ സമ്മർദ്ദമാണ്. അതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സെലൻസ്കി ഓടി നിൽക്കുകയാണ്. ഇപ്പോൾ യുക്രൈന്റെ ഭരണഘടന അതിന് അനുവദിക്കുന്നില്ല എന്നാണ് സെലൻസ്കി പറയുന്നത്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ താൻ തയ്യാറാണെന്ന് ട്രംപിന് ഒരു മറുപടിയായിട്ട് സെലൻസ്കി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമേരിക്കയിൽ നിന്ന് സുരക്ഷാ സംരക്ഷണമാണ് വേണ്ടിയത്, അത് ലഭിച്ചാൽ 60 മുതൽ 90 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെന്ന് സെലൻസ്കി പറയുന്നു. സെലൻസ്കി വളരെ കാലമായി പറയുന്നത് യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ താൻ തെരഞ്ഞെടുപ്പിനെ നേരിടുകയുള്ളൂ. അതിന്റെ കാരണമായിട്ട് പറയുന്നത് അവിടുത്തെ പട്ടാള നിയമമാണ്. യുദ്ധം നടക്കുമ്പോൾ പട്ടാള നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റത്തില്ല, വോട്ടെടുപ്പ് നിരോധിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.